അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ നിലപാട് അറിയിക്കാൻ WCC അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണം. SIT അന്വേഷണത്തിന്റെ പേരിൽ സ്വകാര്യതാ ലംഘനം ഉണ്ടാവരുത്. വനിതകൾക്ക് ലൊക്കേഷനിൽ സ്വകാര്യത ഉറപ്പാക്കണം. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ WCC മുഖ്യമന്ത്രിയെ അറിയിച്ചു. ദീദി ദാമോദരൻ, റീമ കല്ലിങ്കൽ, ബീന പോൾ, രേവതി എന്നിവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചുവെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്നും കോടതിയുടേത് ഉചിതമായ നിലപാടാണെന്നും അതിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെയും റാം മാധവനെയും 10 ദിവസത്തെ ഇടവേളയിൽ ADGP അജിത് കുമാർ കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ സ്പീക്കർ AN ഷംസീറിനെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കറും CPI നേതാവുമായ ചിറ്റയം ഗോപകുമാർ. RSSനെ ന്യായീകരിച്ചത് ശരിയായില്ലെന്നും സ്പീക്കറുടെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി ADGP അജിത് കുമാർ. മലപ്പുറത്തെ കൂട്ടസ്ഥലംമാറ്റത്തിന് പിന്നാലെയാണ് ADGPയുടെ നീക്കം. PV അൻവർ ആരോപണം ഉന്നയിച്ച മലപ്പുറം SP ഉൾപ്പെടെ മലപ്പുറത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഇന്നലെ രാത്രി സ്ഥലം മാറ്റിയിരുന്നു. PV അൻവറിന്റെ ആരോപണങ്ങളുണ്ടാക്കിയ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ സമവായ ഫോർമുലയുമായി CPM-ഉം സർക്കാരുമെന്ന് റിപ്പോർട്ടുകൾ. ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകും. എന്നാൽ അൻവർ ഇനി അധികം മിണ്ടരുതെന്നാണ് CPM മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശം. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ മാറ്റുമെന്നും അൻവറിനെ അറിയിച്ചതായാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദം മുറുകുമ്പോഴും ADGP MR അജിത് കുമാറിനെ മാറ്റുന്നത് മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാകില്ല. CPI മന്ത്രിമാരടക്കം പ്രശ്നം ഉന്നയിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചേക്കും. അജിത് കുമാറിനോട് മുഖ്യമന്ത്രി മൃദു സമീപനം തുടരുന്നതിൽ CPM നേതൃത്വത്തിൽ തന്നെ വിയോജിപ്പുകളുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണവുമായി PV അൻവർ MLA. RSS ADGP ചർച്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ചേർന്ന് പൂഴ്ത്തിവെച്ചെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. RSS നേതാവ് റാം മാധവുമായി ADGPക്കൊപ്പം കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ബന്ധു ജിഗീഷ് നാരായണൻ. RSS നേതാവിനെ കാണേണ്ട ആവശ്യമില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത ശുദ്ധ അസംബന്ധമാണെന്നും ജിഗീഷ് പ്രതികരിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി MLA മുകേഷിനെതിരെ പീഡന പരാതി നൽകിയ നടി. അന്വേഷണ സംഘം നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടി പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ കടുത്ത വിമർശനവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ്. 1-2 വ്യക്തികളുടെ തീരുമാനപ്രകാരം മാത്രമാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്നും മറ്റുള്ളവരെ ഒന്നും അറിയിക്കുന്നില്ലെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. തനിക്കെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് നടൻ നിവിൻ പോളി. സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിനു പിന്നിലെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് തെളിയിക്കേണ്ടതാണെന്ന് നിർമ്മാതാവ് സജി നന്ദ്യാട്ട്. നിവിൻ പോളിയുടെ ഭാഗത്ത് സത്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആരോപണം വന്നപ്പോൾ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് അദ്ദേഹം സധൈര്യം മുന്നോട്ട് വന്നുവെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇന്ന് ലഭിക്കും. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിലെ മൊഴികൾ പരിശോധിച്ച് നിയമോപദേശം തേടാനാണ് എസ്ഐടിയുടെ ആദ്യ നീക്കം. അതിനുശേഷം മൊഴി നൽകിയവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കും. കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെങ്കിൽ കേസെടുത്ത് നടപടി തുടങ്ങും. ഇന്നത്തെ നവമുതലാളിമാർ പഴയ കമ്മ്യൂണിസ്റ്റുകളാണെന്നും അവർ കടന്നുവന്ന വഴി മറന്നവരാണെന്നും സാഹിത്യകാരൻ എം മുകുന്ദൻ. അവരെ കമ്മ്യൂണിസത്തിലേക്ക് എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം എന്നാണ് നാം ആലോചിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആനമതിൽ നിർമ്മാണത്തിന്റെ പേരിൽ കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലെ 17 മരങ്ങൾ മുറിച്ചു. വനാതിർത്തി കൃത്യമായി നിർണയിക്കാതെ മരം മുറിക്കാൻ അനുമതി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വന്യജീവി സങ്കേതത്തിൽ നിന്ന് തേക്ക് ഉൾപ്പെടെ 17 മരങ്ങൾ ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം മുറിച്ചെന്ന് കണ്ണൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരിലെ കൂട്ടസ്ഥലം മാറ്റത്തിനെതിരെ മുസ്ലിം ലീഗ്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് എല്ലാവരെയും സ്ഥലം മാറ്റിയതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഈ നടപടിയിലൂടെ തെറ്റായ സന്ദേശമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. ADGPക്കെതിരെ നടപടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിയുമായി പാലക്കാട് ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തിയ യുവതിയോട് മോശമായി പെരുമാറിയ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി MV മണികണ്ഠനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയെ തുടർന്നാണ് നടപടി. 2 മാസം മുൻപ് CPMൽ ചേർന്ന കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനെ മലയാലപ്പുഴ ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇന്നലെ ചേർന്ന കൺവെൻഷനിലാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും നാളെ മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും മുകളിലെത്തി വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മദ്യനിരോധിത മേഖലയായ ലക്ഷദ്വീപിലേക്ക് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും ബിയറും വിദേശ നിർമ്മിത വിദേശമദ്യവും കയറ്റി അയക്കാൻ ബീവറേജസ് കോർപ്പറേഷനെ സർക്കാർ അനുമതി നൽകി. ലക്ഷദ്വീപിൽ മദ്യവിൽപ്പനയില്ലെങ്കിലും ബംഗാരം ദ്വീപിലെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയാണ് മദ്യം കൊണ്ടുപോകുന്നത്. പുറം വിൽപ്പനയുണ്ടാകില്ല. ഉത്തർപ്രദേശിൽ വീണ്ടും ചെന്നായയുടെ ആക്രമണം. ഇത്തവണ 11 വയസ്സുകാരിയെയാണ് ചെന്നായ ആക്രമിച്ചത്. ചെന്നായുടെ ആക്രമണത്തിൽ ഇതുവരെ 36 പേർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. കുട്ടിയെ ആക്രമിച്ച ചെന്നായെ പിടികൂടാനായി വനംവകുപ്പും പ്രദേശവാസികളും തെരച്ചിൽ തുടങ്ങി. പശ്ചിമബംഗാൾ സർക്കാരിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും വിമർശിച്ച് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് രംഗത്ത്. മകൾക്ക് നീതി ലഭിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടികളിൽ അതൃപ്തിയും നിരാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു വൈകാതെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും അനുയോജ്യമായ സമയത്ത് മൊയ്സു ഇന്ത്യയിൽ എത്തിയേക്കുമെന്നാണ് പ്രസിഡന്റ് ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദേശത്ത് പോയി ഇന്ത്യാവിരുദ്ധ പരാമർശം നടത്തുന്നുവെന്നും രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണ് ശ്രമമെന്നും അമിത്ഷാ ആരോപിച്ചു. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും നേർക്കുനേർ. കമല പ്രസിഡന്റായാൽ അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ ട്രംപ് അമേരിക്കൻ ജനങ്ങളെ വിഭജിക്കുകയാണെന്ന് കമല തിരിച്ചടിച്ചു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ പാരീസിലും രാഷ്ട്രീയം കളിച്ചെന്ന് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. PT ഉഷയിൽ നിന്ന് ആത്മാർത്ഥമായ യാതൊരു പിന്തുണയും തനിക്ക് ലഭിച്ചില്ലെന്ന് വിനേഷ് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് തിരശീലയ്ക്ക് പിന്നിലാണ്. അതുപോലെ പാരീസിലും രാഷ്ട്രീയമാണ് നടന്നത്. അതാണ് എന്റെ ഹൃദയം തകർത്തത്. ഗുസ്തി വിടരുതെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു. എല്ലായിടത്തും ഈ രാഷ്ട്രീയമുള്ളപ്പോൾ ഞാൻ എന്തിന് ഗുസ്തിയിൽ തുടരണമെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.